കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ച ഇന്ത്യ. ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമെന്ന് പ്രധാനമന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. യദുകൃഷ്ണനാണ് മരിച്ചത്. കള്ളുഷാപ്പിൽ വഴക്കുണ്ടാക്കിയ ചേട്ടനെ പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ചിയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചിതകരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ച ഇന്ത്യ. ഇന്ത്യയിലുള്ള എല്ലാ പാക് പൌരന്മാരോടും 48 മണിക്കൂറിനകം രാജ്യം വിടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ലഷ്കർ-ഇ-തോയ്ബയുടെ കീഴിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചു. അതേസമയം ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദികളെ വെടിവെച്ചിടും. കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിച്ചുവെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിനിന് മോചനമായി. ഇന്നലെ രാത്രിയിലാണ് ജെയിൻ ഡൽഹിയിലെത്തിയത്. ഇതോടെ കുടുംബത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. തെക്കുംകര കുത്തുപാറ സ്വദേശിയായ ജെയിനിന്റെ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ബിനിലിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇവർ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത്. യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി വീട്ടുകാർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇവരെ തിരികെ കൊണ്ടുവരാൻ ബന്ധുക്കൾ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് നീക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ജെയിൻ മോചിതനായത്. റഷ്യൻ സൈന്യവുമായി കരാർ കാലാവധി അവസാനിച്ചെങ്കിലും കരാർ പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നതായി ജെയിൻ പറഞ്ഞിരുന്നു. ജനുവരി 6-നാണ് വയറിനും മറ്റും പരിക്കേറ്റ് ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ജെയിനിനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തന്റെ ദയനീയാവസ്ഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജെയിൻ കുര്യൻ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ജെയിൻ ഡൽഹിയിൽ എത്തിയത്. TCV വടക്കാഞ്ചേരി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആശുപത്രിയിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു. രേഖകൾ കൈവശമുണ്ടായിരുന്നു. റഷ്യയിലെ മലയാളി അസോസിയേഷൻ സഹായിച്ചു. പരിശീലനം ലഭിച്ചത് 10 ദിവസം മാത്രമാണ്. യുദ്ധഭൂമിയിൽ സൈനികർക്കൊപ്പമാണ് ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം എവിടെയെന്ന് തനിക്കറിയാം. മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ റഷ്യൻ സൈന്യം സഹായിക്കണമെന്നും ജെയിൻ കുര്യൻ പറഞ്ഞു. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പറയത്തിനായ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാനെത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പിക്കൊണ്ട് യദുകൃഷ്ണനെ തലയ്ക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴെ കരിങ്കല്ലുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. രാവിലെ പത്രം വായിച്ചിരിക്കുന്നതിനിടെയാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിന് ആനന്ദപുരം ആയുർവേദ മരുന്ന് കമ്പനിയിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യദുകൃഷ്ണൻ.
ഒല്ലൂർ ചിയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടു റോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാരുടെ അഭ്യാസം. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പൊന്നുകര തൃശൂർ റൂട്ടിലോടുന്ന മഹാദേവ് ബസ്സിലെ ഡ്രൈവർ ഹരികുമാറിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന മീനാക്ഷി ബസ്സിലെ ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. ചിയാരം സ്റ്റോപ്പിൽ നിർത്തി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തൊട്ടുപിറകിലെത്തിയ ബസ് കടന്നുപോകാതിരിക്കാൻ മുന്നിൽ പോയ ബസ് നടുറോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് അപകടമുണ്ടാക്കിയത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി നടി അപർണ ജോൺസ്. സൂത്രവാക്യം സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന് നടി പറഞ്ഞു. വിൻസിയുടെ പരാതി ശരിയാണെന്ന് നടി അപർണ ജോൺസ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ പെരുമാറി. താനും വിൻസിയും ഇരിക്കുമ്പോഴാണ് ഷൈൻ വെള്ളപ്പൊടി തുപ്പിയത്. നടൻ മോശമായി പെരുമാറിയത് സംബന്ധിച്ച് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയതായും അപർണ ജോൺസ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനായി ആധുനിക കെട്ടിടം നിർമ്മിക്കുന്നതിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി 23.25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതാണ്. കെട്ടിടത്തിന്റെ പ്രവൃത്തികൾക്കുള്ള 16.63 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. 3 നിലകളിലായി 42,500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. 50 കിടക്കകളുള്ള ഈ ആശുപത്രിയിൽ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 2 ലിഫ്റ്റുകൾ, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക വാർഡുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, അവണൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോംസൺ തലേക്കോടൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ N തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവല്ലാമലയിലെ ഏറ്റവും വലിയ കുളമായ എരവത്തൊടി 12ാം വാർഡിലെ വെള്ളക്കുളം നാശത്തിന്റെ വക്കിൽ. തിരുവല്ലാമല എരവത്തൊടി നിവാസികളുടെ ആശ്രയമായിരുന്ന വെള്ളക്കുളം അധികാരികളുടെ അനങ്ങാപ്പാറ നയം മൂലം നാശത്തിന്റെ പാതയിലാണ്. 1 ഏക്കർ 10 സെന്റ് വരുന്ന കുളം സമീപവാസിയായ രാജൻ തിരുവല്ലാമല പഞ്ചായത്തിന് നൽകിയതാണ്. ആദ്യഘട്ടത്തിൽ കുളം നവീകരിച്ചുവെങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. 2020ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്നു ഈ കുളം. കുളം നവീകരിക്കുന്നതിലൂടെ പരിസരങ്ങളിലുള്ള കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. നിലവിലുള്ള കുളത്തിന്റെ പരിസരം കാട്ടുപന്നികളുടെ താവളമാണ്. വൈകുന്നേരം പന്നികൾ കൂട്ടത്തോടെ പുറത്തുവരുന്നതുമൂലം പ്രദേശവാസികൾക്കും വാഹനയാത്രകൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസ്സാവേണ്ട കുളം മൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കുളം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വഴി വളരെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി വീതിയ വഴി കണ്ടെത്തി നല്ല രീതിയിൽ ജലസേചനത്തിന് ഉപയോഗപ്രദമായി ചെയ്യേണ്ടത്. ഇതിന് താഴെ തന്നെ 5-8 ഏക്കർ സ്ഥലം, 8 15 ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഉപയോഗം വരുന്ന രീതിയിൽ നേരെയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് ഈ കുളം വൃത്തിയാക്കുന്നില്ല. ആകെ കാട് പിടിച്ച് നാശവശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ്, പന്നിയാണ് മെയിനായിട്ട്. വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പന്നി കരക്കി കയറി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. TCV തിരുവില്ലാമല. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരിയിൽ കഫേ മെക്കാനിക് സമീപം വീണ്ടും അപകടം. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഇന്ന് പുലർച്ചെ 5 മണിക്ക് പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് തലകീഴായി നിരവധി തവണ മറിഞ്ഞത്. ഡ്രൈവർ സനൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വായനശാലയ്ക്ക് സമീപമാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പൈപ്പ് പൊട്ടിയത്. എരുമപ്പെട്ടിയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നുണ്ട്. ജലക്ഷാമം രൂക്ഷമായതിനാൽ പല പ്രദേശങ്ങളിലും ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. പല കുടുംബങ്ങളും 1000 ലിറ്ററിന് 400 രൂപ നൽകിയാണ് വെള്ളം വാങ്ങുന്നത്. പൊട്ടിയ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
തിരുവല്ലാമല പഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭവനരഹിതരായവർക്കുള്ള ലൈഫ് സംഗമം സംഘടിപ്പിച്ചു. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ലൈഫ് സംഗമത്തിൽ 200-ലധികം ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ, രഞ്ജിത്ത്, ഉണ്ണികൃഷ്ണൻ, യു ദേവി, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര ഖണ്ഡ് സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി MV മധുസൂദനൻ, സംസ്ഥാന സമിതി അംഗം A രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച BJP എളനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപജ്വാല നടത്തി. BJP ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MU അനൂപ് അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് BJP തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ആദരദീപം തെളിയിച്ചു. BJP തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് JP മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ, PK മണി, PK ഉമേഷ് എന്നിവർ സംസാരിച്ചു. പഹൽഗാം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സുരേഷ്, ജില്ലാ സഹസംഘടനാ സെക്രട്ടറി പ്രേംരാജ്, സുമേഷ് കളരിക്കൽ, മഹേഷ് തിരുത്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാശ്മീരിൽ തീവ്രവാദികളാൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ദീപജ്യോതി തെളിയിച്ചു. BJP കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിറിൻ അധ്യക്ഷനായിരുന്നു. മുൻ ജില്ലാ കർഷക മോർച്ച ട്രഷറർ അഭിലാഷ് കണ്ടാരംതറ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവല്ലാമല ആക്കപ്പറമ്പ് മാരിയമ്മൻ പൂജാ മഹോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് സമാപനമാകും. ഇന്നലെ മാവിളക്ക് ആഘോഷിച്ചു. ഇന്ന് പൊങ്കൽ, ഗുരുതി, നീരാട്ടം, വെട്ടിയാട്ട് എന്നിവ നടക്കും. ഈ ചലാൻ അദാലത്തുമായി തൃശൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ 2021 മുതൽ അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ ചലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ അദാലത്ത് സംഘടിപ്പിക്കും. പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ള എല്ലാ ചലാനുകളും അദാലത്തിൽ അടയ്ക്കാം. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കൺട്രോൾ റൂം, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് ഈ മാസം 25-ന് സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ ഒടുക്കാവുന്നതാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം വാദ്യ ആസ്വാദകർക്ക് വിരുന്നായി. കുനിശ്ശേരി അനിയന്മാരാർ, കോങ്ങാട് മധു, കലാമണ്ഡലം കുട്ടിനാരായണൻ, പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് മണികണ്ഠൻ, തിരുവല്ലാമല ജയൻ എന്നിവരുടെ പ്രാമാണിത്വത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന പാണ്ടിമേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രാമാണികത്വം വഹിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, ബാബു TP, രവീന്ദ്രൻ കാക്കനാട്ട് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണ നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. ഇതോടനുബന്ധിച്ച് നടത്തിയ സമാദരണ സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി അധ്യക്ഷനായി. ഡോക്ടർ ശ്രീകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം റീന വർഗീസ്, ചൊവ്വലൂർ ഉണ്ണികൃഷ്ണൻ,
വെളുത്താർ ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ഉണ്ണിനായർ. അടുത്തതായി ശ്രീകരനാണ് എല്ലാ വർഷവും രചിതനായ ആദരിക്കപ്പെടേണ്ടത്. അപ്പോൾ ഏർപ്പെടുന്നത് അതോടൊപ്പം തന്നെ നിരവധി വർഷങ്ങളായിട്ട് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരെ ഓവർസീസ് സെല്ലിന്റെ ദേശീയ അധ്യക്ഷൻ പ്രവാസി മലയാളി ബാബു ഫ്രാൻസിസ് NCPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക്. കേരള സർക്കാരിന്റെ ഓർക്ക ലോക കേരള സഭയിൽ കുവൈറ്റിൽ നിന്നുള്ള പ്രതിനിധിയാണ് ബാബു ഫ്രാൻസിസ്. നൂറുകണക്കിന് പ്രതിഭകൾ അണിനിരക്കുന്ന ചെസ് പൂരത്തിന് തൃശൂർ നഗരം ഒരുങ്ങി. ശങ്കരയ്യ റോഡ് ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. തൃശൂർ തേക്കങ്കാട് മൈതാനത്ത് പത്രികാ പ്രകാശനം നടന്നു. ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V. ശശിധരൻ ചെസ് താരം OA രാജുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചീഫ് കോർഡിനേറ്റർ KV ഗോകുലൻ, ക്ലബ്ബ് പ്രസിഡന്റ് K. ശ്യാംകുമാർ, സെക്രട്ടറി AS സതീഷ്, MV രവി, CJ ശ്രീജിത്ത്, PP പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം 6-ാം വാർഡിൽ ഇന്ദിരാജി റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. 5,85,000 രൂപ വിനിയോഗിച്ച് 125 മീറ്റർ നീളത്തിലാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, മുൻ പഞ്ചായത്ത് അംഗം CJ ജോഷി, KV അബ്ദുൾ മജീദ്, അനസ് അബൂബക്കർ, TK ഉമ്മർ, KV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ 2 വാർഡുകൾ, അടുത്തടുത്ത 2 വാർഡുകളാണ് 7-ാം വാർഡും 6-ാം വാർഡും. 2 ജനകീയരും 6-ാം വാർഡിലായാലും ഒരുപാട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് തുളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അനുശോചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ MV ജോസ്, K. കുഞ്ഞുണ്ണി, ജെയിംസ് ചിറ്റിലപ്പള്ളി, ലൈജു C. എടക്കളത്തു, VK രഘുനാഥൻ, PU ലിൻസൺ എന്നിവർ സംസാരിച്ചു. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരെ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് തൃശൂരിൽ നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനം വിജയിപ്പിക്കാൻ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. മുള്ളൂർക്കര റേഞ്ച് പ്രചരണ കൺവെൻഷൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഉമ്മർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് A. അഷ്റഫ് ദാരുമി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷഫീഖ് കരുതക്കാട്, സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷഹീർ ദേശമംഗലം, സംഘാടക സമിതി താലൂക്ക് കോർഡിനേറ്റർ K. ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് യുവജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റി അമർ ജ്യോതി സ്തൂപത്തിൽ ഭീകരവാദ വിരുദ്ധ ജ്വാല തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ്, അൻസാർ MM, ഷൺമുഖൻ വടക്കുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്ത് 15 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ ദമ്പതിമാരായ 4 പേരെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. ഒഡീഷ സ്വദേശികളായ രഞ്ജൻ ഷാനി, ഭാര്യ ബനിത, ശ്യാം സുന്ദർ, ഭാര്യ മാലതി, നിശാൽ എന്നിവരാണ് പിടിയിലായത്. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ദമ്പതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. SNDP യോഗം കൊടകര യൂണിയന് കീഴിലെ 2995 നമ്പർ കൊടുങ്ങ ശാഖയിൽ ഗുരുദേവ മണ്ഡപ സമർപ്പണം, ഗുരുദേവ പ്രതിഷ്ഠയും നടത്തി. അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതനും FCI ഡയറക്ടറുമായ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ ഗുരുദേവ പ്രതിഷ്ഠയും SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KV ദിനേശൻ മണ്ഡപ സമർപ്പണവും നിർവഹിച്ചു. വെളിക്കുളങ്ങര മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നൌഫൽ ബാഗവി കളമശ്ശേരി, കൊടുങ്ങ റോസറി ഹിൽ ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം.
രുചിക്കൂട്ടിന്റെ ഐസ്ക്രീമുകൾ, നിറക്കൂട്ടിന്റെ വസ്ത്രങ്ങൾ, പോൾസ് ക്രീമറിയുടെയും ഹെറിറ്റേജ് ലൂംസിന്റെയും പുതിയ ഔട്ട്ലെറ്റുകൾ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുട്ടനല്ലൂർ റോഡിൽ ചേലക്കോട്ടുകര മാർ അപ്രയം പള്ളിക്ക് സമീപം MKS ആർക്കേഡിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത്. പോൾസ് ക്രീമറിയുടെ 4ാമത് ഔട്ട്ലെറ്റാണിത്. ഹെറിറ്റേജ് ലൂംസിന്റെ 2ാമത് ഔട്ട്ലെറ്റും. വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകൾ മലയാളികളെ പരിചയപ്പെടുത്തിയ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോൾസ് ക്രീമറി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രീമിയം വസ്ത്ര വിപണിയിൽ അവസാന വാക്കായി മാറിയ സ്ഥാപനമാണ് ഹെറിറ്റേജ് ലൂംസ്. ഇരു സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് പ്രയാഗ മാർട്ടിൻ നിർവഹിച്ചു. ഫാദർ ജിനോ പുന്നമറ്റം ആശീർവാദ കർമ്മം നടത്തി. മേയർ MK വർഗീസ്, ഫാദർ ജിയോ ചെരടായി, പോൾസ് ക്രീമറിയുടെ സാരഥി ജോൺ പോൾ, ഹെറിറ്റേജ് ലൂംസ് പ്രൊപ്രൈറ്ററും ജോൺ പോളിന്റെ സഹധർമ്മിണിയുമായ സ്റ്റെഫി ജോൺ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹകാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഹെറിറ്റേജ് ലൂംസിലെ ആദ്യ വിൽപ്പന സ്റ്റെഫി ജോണും പോൾസ് ക്രീമറി ഔട്ട്ലെറ്റിലെ ആദ്യ വിൽപ്പന പ്രയാഗ മാർട്ടിനും നിർവഹിച്ചു. ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ തരം ജലാറ്റോ ഐസ്ക്രീമുകളും പോൾസ് ക്രീമറി ആദ്യമായി തൃശൂരിൽ പരിചയപ്പെടുത്തി. വിവിധതരം ഐസ്ക്രീമുകൾ, പേസ്ട്രീസ്, സാൻഡേസ്, ഷേക്സ്, വാഫിൾസ്, ബിവറേജസ് തുടങ്ങി 50ൽ പരം ഐസ്ക്രീം വെറൈറ്റികളും പോൾസ് ക്രീമറിയിൽ ലഭ്യമാണ്. ഹെറിറ്റേജ് ലൂംസിൽ സൽവാർ സ്യൂട്ട്, ബനാറസ് സാരീസ്, ലിനൻസ്, ഹാൻഡ് ക്രാഫ്റ്റ് ബാഗ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂരിലേക്കുള്ള തങ്ങളുടെ ആദ്യ ചുവടുവയ്പിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിലെ വിജയിയായ ജോൺ ഈപ്പന് പുതിയ ഐപാഡ് സമ്മാനിച്ചു. കൂടാതെ 1 വർഷം മുഴുവനും സൗജന്യമായി ഐസ്ക്രീം ലഭിക്കും. മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മറ്റ് 30 പേർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,319 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിച്ച ഇന്ത്യ. ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമെന്ന് പ്രധാനമന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. യദുകൃഷ്ണനാണ് മരിച്ചത്. കള്ളുഷാപ്പിൽ വഴക്കുണ്ടാക്കിയ ജ്യേഷ്ഠനെ പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഷിയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടു റോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.